ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയും വരുണും കൂടെ സംസാരിക്കുമ്പോൾ വരുണ് പറയുന്നുണ്ട്, ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം ഗോവിന്ദേട്ടൻ നമ്മളെ സംശയിക്കാൻ തുടങ്ങിയോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതിനുശേഷം അമ്മ ശ്രദ്ധിച്ചോ? അതിനുശേഷമല്ലേ ഗോവിന്ദേട്ടന് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വന്നിട്ടുള്ളത്? അപ്പം രാധികയും പറയുന്നുണ്ട്, ഞാനും അതേക്കുറിച്ചാണ് ആലോചിച്ചത്. ബാറിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം ആ അകൽച്ച കൂടിയോന്ന്. എങ്കിൽ അതിന് കാരണം ഗീതുവിൻ്റെ അംഗരക്ഷകനായിട്ട് ഗോവിന്ദേട്ടൻ നിയോഗിച്ച അജാസാണ്. വരുണ് തീർത്ത് പറയാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, ഞാൻ അവനെ ഗോവിന്ദിൻ്റെ സെക്യൂരിറ്റി ആയിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ അജാസിനെ ഉപയോഗിച്ച് ഗീതുവിനെ ഇല്ലാതാക്കാമെന്നും കരുതി. പക്ഷേ ഇപ്പം അവൻ എൻ്റെ വല പൊട്ടിച്ച് മറുകണ്ഠം ചാടി. വരുണും പറയുന്നുണ്ട്, ഇപ്പം അവൻ്റെ ഉപദേശമാണ് ഗോവിന്ദേട്ടന്. ഗീതു നല്ലവളും നിഷ്കളങ്കയും. നമ്മളൊക്കെ ക്രൂരന്മാരാണെന്നായിരിക്കും അജാസ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. രാധികൻ പറയുന്നുണ്ട്, സംഭവിച്ചിട്ടുണ്ടാവും. വൈകിട്ട് ഗീതുവിനോട് സംസാരിച്ച കണ്ണനല്ല, രാത്രി ബാറിൽ നിന്നും വന്ന കണ്ണൻ. ഗീതുവിനെ ചേർത്ത് പിടിച്ച് പ്രേമ ഡയലോഗൊക്കെ പറയണമെങ്കിൽ അവൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടെന്ന് തന്നെ അർത്ഥം. എങ്കിൽ ഇന്നലത്തെ ആ മൂഡിൽ അവർ തമ്മിലുള്ള ഇഷ്യൂസ് എല്ലാം കോംപ്രമൈസ് ആയി കാണും. വരുണും പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അവരടുക്കുന്നത് നമുക്ക് അപകടമാണ്. അവർക്കിടയിൽ മതിൽ കെട്ടാനൊന്നും അല്ലാതെ നമുക്കൊണ്ട് പറ്റില്ലല്ലോ. എൻ്റെ പേടി അതല്ല. അവർ കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് അവൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെല്ലാം അവൾ ഗോവിന്ദേട്ടനോട് പറഞ്ഞിട്ടുണ്ടാവും. വരുണിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായപ്പോൾ രാധിക പറയുന്നുണ്ട്, വെറുതെ പറഞ്ഞിട്ടെന്താ കാര്യം? അവളുടെ കയ്യിൽ അതിനുള്ള തെളിവുകളൊന്നും ഇല്ലല്ലോ. ഏട്ടന് നമ്മളോട് സംശയം തോന്നാനുള്ള പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കാൻ അവൾക്ക് പറ്റും. അപ്പം രാധിക പറയാണ്, അവൾ പറയുന്നതെല്ലാം സമനില തെറ്റിയ അവസ്ഥയിലാണെന്ന് കണ്ണന് തോന്നണം. എങ്കിലേ അവന് നമ്മളോട് വിശ്വാസം തോന്നുള്ളൂ. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഒരു സുപ്രഭാതത്തിൽ പിടിച്ച് മെൻ്റൽ ഹോസ്പിറ്റലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാധിക പറയാ, ഒരു ദിവസം കൊണ്ട് വേണ്ട, പക്ഷേ ഒരാഴ്ച കൊണ്ട് അവളെ വെളിവ് കെട്ടി നടക്കുന്ന അവസ്ഥയിൽ എത്തിക്കാം. അവൾക്ക് ഭ്രാന്തുണ്ടെന്ന് കണ്ണന് തോന്നണം. അവൻ തന്നെ അവളെ ഭ്രാന്താശുപത്രിയിലാക്കണം. സ്നേഹം കൊണ്ട് മാത്രമേ കണ്ണനെ കീഴടക്കാൻ പറ്റൂ. രാധിക വരുണിനോട് കുറച്ചുകൂടി ചേർന്ന് എന്ന് പറയാണ്. അപ്പോഴാണ് അതുവഴി അടുക്കളയിൽ കൂടെ പാസ് ചെയ്തിട്ട് രേഖ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ സ്വകാര്യം പറയുന്നത് മനസ്സിലായപ്പോൾ രേഖ അത് ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. അവൻ്റെ മനസ്സ് കീഴടക്കാനും ഗീതുവിൽ നിന്ന് അവനെ പതുക്കെ അടർത്തി മാറ്റാനും ഒരു മാർഗമുണ്ട്. രാധിക വരുണിനോട് പറയാണ്. അതെന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് രാധിക വരുണിന് മാത്രം കേൾക്കാൻ പാകത്തിൽ സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ഒളിഞ്ഞു നിൽക്കുന്ന രേഖയും അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ കേട്ടതിന് ശേഷം രേഖ മനസ്സിൽ വിചാരിക്കും, ഇത് ഞാൻ ശരിയാക്കി തരാം. അതേസമയം ഓഫീസിൽ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മിററിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഗീതു. അപ്പോൾ പൊട്ടെടുത്ത് വെക്കുമ്പോൾ വിചാരിക്കുന്നുണ്ട്, ഒരുങ്ങി നടന്നിട്ടൊന്നും കാര്യമില്ല. എന്നെ ഇപ്പം എൻ്റെ സ്വപ്നങ്ങളിലേക്ക് നടത്താനാണ് എൻ്റെ കണ്ണേട്ടൻ്റെ ആഗ്രഹം. കണ്ണേട്ടൻ്റെ കൂടെയുള്ള ജീവിതമാണ് എൻ്റെ സ്വപ്നം എന്ന് ഞാൻ എങ്ങനെ പറയും? മിററിൽ നോക്കി ആവലാതിയോടെ ഗീതു പറയുകയാണ്. അപ്പോഴേക്കും രേഖ അത് കേട്ടുകൊണ്ടാണ് വാതിൽക്കൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ രേഖ വിചാരിക്കും, അപ്പോൾ ഗീതു വീണ്ടും അറിയാതെ മിററിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പഴയ ലൈനുകളൊക്കെ വീണ്ടും വന്ന എൻ്റെ അവസ്ഥ എന്താവും? എൻ്റെ സ്വപ്നങ്ങളൊക്കെ കട്ടപ്പോകയാവോ? അപ്പോൾ രേഖ വിളിച്ചു പറയാണ്, അതിനു മുമ്പേ നീ നിൻ്റെ മനസ്സ് തുറക്കണം. അപ്പോൾ ഗീതു വിചാരിക്കും, അതെവിടുന്ന്? കാരണം ഗീതു രേഖനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. രേഖയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒളിച്ചു നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഗീതു മിററിൽ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ശബ്ദമല്ലല്ലോ ഞാനിപ്പോൾ കേട്ടത്. അപ്പോൾ രേഖ അവിടെ നിന്ന് വിളിച്ചു പറയാണ്, നീ കേട്ടത് എൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഗീതു പെട്ടെന്ന് വാതിൽക്കലേക്ക് നോക്കുമ്പോൾ രേഖയെ കാണുമ്പോൾ ആകെ മൊത്തം ചമ്മി ഐസായി നിൽക്കുക. അപ്പോൾ രേഖ കളിയാക്കുന്നുണ്ട്, ചമ്മിയല്ലേ? അപ്പോൾ ഗീതു ആകെ മൊത്തം ചമ്മി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് ദേഷ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് രേഖയോട് പറയും, ഈ വീട്ടിൽ എനിക്കൊരു ആത്മകഥം പോലും പറയാൻ പറ്റാതായോ? അപ്പോൾ രേഖയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിക്ക് മുമ്പിലുള്ള നിൻ്റെ കോപ്രായങ്ങളൊക്കെ ഞാനും കാണുന്നുണ്ട്. നിൻ്റെ ലോകത്ത് നിന്നെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലാന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ മിണ്ടാതെ പോകുന്നത്. അപ്പോൾ ഗീതു ഇതൊക്കെ കേട്ടിട്ട് ചമ്മിയിട്ട് ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ദേ, ഇനി പറയാതെ വയ്യ. നീ എത്രയും പെട്ടെന്ന് നിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദേട്ടനോട് തുറന്നു പറഞ്ഞോ. അപ്പോൾ ഗീതു പെട്ടെന്ന് പതറിക്കൊണ്ട് പറയും, ഏയ്, എൻ്റെ മനസ്സിലൊന്നുമില്ല. അപ്പോൾ രേഖ ദേഷ്യത്തോടെ പറയാണ്, ദേ പെണ്ണെ, ഒളിക്കണ്ട. നീ ഗോവിന്ദേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് തുറന്നു പറയാൻ എന്താ തടസ്സം? അപ്പോൾ ഗീതു കുറച്ച് വിഷമത്തോടു കൂടി പറയും, അത് ഒരു പ്രശ്നമുണ്ട് രേഖേച്ചി. എന്ത് പ്രശ്നം? അത് പിന്നെ ബാംഗ്ലൂരിൽ വെച്ച് ഇനി എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കില്ല എന്ന് കണ്ണേട്ടൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അപ്പോൾ രേഖ തീരെ വിലയില്ലാണ്ട് പറയാം, ഓ പിന്നെ ഒരു പ്രതിജ്ഞ, അതൊക്കെ വേണ്ടാന്ന് വെക്കാം. ഗോവിന്ദേട്ടൻ ഒരു മടിയും ഉണ്ടാവില്ല. പക്ഷെ അതിനു മുമ്പ് നീ നിൻ്റെ മനസ്സ് തുറക്കണം. അപ്പോൾ ഗീതു വിഷമത്തോടു കൂടി പറയാണ്, കണ്ണേട്ടൻ പെട്ടെന്നൊരു നോ പറഞ്ഞാൽ അതെനിക്ക് താങ്ങാനുള്ള കഴിവില്ല. അപ്പോൾ രേഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗോവിന്ദേട്ടൻ എന്തായാലും നോ പറയില്ല. ഇനി നോ പറഞ്ഞാലും നിൻ്റെ ഉള്ളിലെ സ്നേഹം ഗോവിന്ദേട്ടൻ മനസ്സിലാക്കുമല്ലോ. അപ്പോൾ ഗീതു ചെറുതായിട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ രേഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ എല്ലാം തുറന്നു പറയുമ്പോൾ ആ നിമിഷം മുതൽ ഗോവിന്ദേട്ടൻ മാറി ചിന്തിക്കാൻ തുടങ്ങും. തീർച്ച. അപ്പം കുറച്ചൊരു കുസൃത ചിരിയോടുകൂടി ഗീതു ചോദിക്കുന്നുണ്ട്, അല്ല, എന്നെ ഉപദേശിക്കുന്ന രേഖേച്ചി സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും ചെയ്തു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ രേഖ കുറച്ചൊരു വിഷമത്തോടു കൂടിയാണ് പറയുന്നത്, എൻ്റെ മനസ്സ് ഞാൻ പലവട്ടം വരുണേട്ടൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ വരുണേട്ടൻ്റെ മനസ്സ് മാറാനുള്ള കാത്തിരിപ്പിലാണ്. അതിന് വല്ലാത്തൊരു സുഖമുണ്ട് ഗീതു. അതിനുശേഷം ഗീതുവിനോട് പറയാണ്, ദേ, ഗോവിന്ദേട്ടൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് നിനക്കിതുപോലെ കാത്തിരിക്കേണ്ടിയൊന്നും വരില്ല. അപ്പോൾ ഗീതുവും വിഷമത്തോടെയാണ് പറയുന്നത്, അതൊക്കെ രേഖേച്ചിക്ക് വെറുതെ തോന്നുന്നതാ.
കണ്ണേട്ടൻ എന്നെ ഭാര്യയുടെ സ്ഥാനത്ത് കാണുന്നില്ല. അപ്പം രേഖ പറയുന്നുണ്ട്, അല്ല ഗീതു, ഇന്നലെ ഫിറ്റായിട്ട് ഗോവിന്ദേട്ടൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അതിൽ നിന്നോടുള്ള സ്നേഹം മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗീതു അത്ഭുതത്തോടെ ചോദിക്കും, എന്ത് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഇന്നലെ കള്ളു കുടിച്ചിട്ട് ഗോവിന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ രേഖ ഗീതുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവളെ എൻ്റെ ഏകാന്തതയിലെ വെളിച്ചാണ്, ലവ് ഓഫ് മൈ ഹാർട്ട്, ട്യൂൺ ഓഫ് മൈ സോങ്, എൻ്റെ മരുഭൂമിയിലെ മഞ്ഞ്. ഇതൊക്കെ രേഖ പറയുന്ന സമയത്ത് ഗീതുവിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം എന്നറിയാണ്. ട്യൂൺ ഓഫ് മൈ കില്ലർ ആപ്പ്. അപ്പോൾ ഗീതു ഇങ്ങനെ ഒരു കാര്യം അത്രയും വിശ്വസിക്കാൻ പറ്റാതെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. അപ്പോൾ രേഖയെ സന്തോഷത്തോടു കൂടി പറയും, നിന്നോട് സ്നേഹമില്ലെങ്കിൽ ഗോവിന്ദേട്ടൻ അങ്ങനെയൊക്കെ പറയുമോ? ഗീതു ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗീതു പറയും, ഏയ് അതൊക്കെ വെറുതെ വെള്ളത്തിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. അപ്പോൾ രേഖ പറഞ്ഞു കൊടുക്കുകയാണ്, ദേ മദ്യപിക്കുമ്പോൾ മനസ്സിലുള്ളതാണ് പുറത്ത് വരുന്നത്. ഗീതുവിനൊന്നും പറയാൻ പറ്റാണ്ട് ഇങ്ങനെ ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, ഗോവിന്ദേട്ടനെ പ്രപ്പോസ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസമാണിന്ന്. അതെന്താ? ഗീതു സംശയത്തോട് ചോദിക്കുകയാണ്. അപ്പം രേഖ പറയുന്നത്, രാധികാമ്മയും വരുണേട്ടനും സംസാരിക്കുന്നത് ഞാൻ കേട്ടു, അതിൽ നിന്ന് ഈ വിവരം എനിക്ക് കിട്ടിയത്. അപ്പോൾ രാധികയും വരുണും സംസാരിച്ച ആ സ്വകാര്യ സംഭാഷണം നമുക്ക് കേൾപ്പിച്ചു തരികയാണ്. അവൻ്റെ മനസ്സ് മാറ്റാനും ഗീതുവിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഒരു മാർഗമുണ്ട്. രാധിക വരുണോട് പറയുകയാണ്. അപ്പോൾ രേഖ അത് ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട്. അവൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. കണ്ണൻ്റെ ബർത്ത്ഡേ നമ്മൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. എന്തിന്? അത് പലപ്പോഴും ഓർക്കാറ് പോലുമില്ല. പക്ഷേ ഈ പ്രാവശ്യം ഒരു മാറ്റം വേണം. കണ്ണൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് നമുക്കിവിടെ ഒരു ആഘോഷം ഒരുക്കണം. ഗീതവും കണ്ണനൊക്കെ ഓഫീസിൽ നിന്ന് വരുമ്പോഴേ അതൊക്കെ അറിയാവൂ. വിവാഹിതനായ മകന് വേണ്ടി അമ്മ നടത്തുന്ന ആഘോഷം. സ്വന്തം ഭാര്യ പോലും ഓർക്കാത്ത ബർത്ത്ഡേ അമ്മ ആഘോഷമായിട്ട് നടത്തുന്നത് കണ്ടിട്ട് കണ്ണൻ്റെ കണ്ണ് നിറയണം. ആ ഐഡിയ കേട്ട സമയത്ത് വരുണും സംതൃപ്തിയാവുകയാണ്. അപ്പോൾ വരുണും പറയുന്നുണ്ട്, ഇത് കൊള്ളാം, ഈ അമ്മ സ്നേഹം വർക്കൗട്ട് ആവും. അപ്പം രാധികം ചിരിക്കുകയാണ്. വരുണ് പറയുന്നുണ്ട്, മൊത്തത്തിൽ ആഘോഷമാക്കി കളർഫുള്ളാക്കി സ്മോക്കും അടിച്ചിട്ട് ആവശ്യത്തിൽ കൂടുതൽ സെൻറ്റിമെൻസും വാരി വിതറിയ ഗോവിന്ദേട്ടൻ്റെ മനസ്സിൽ നമ്മളോടുള്ള പിണക്കൊക്കെ മാറിക്കിട്ടും. അപ്പോൾ കുറച്ചൊരു വിഷമത്തോടു കൂടി രാധിക പറയുന്നുണ്ട്, കണ്ണനോടുള്ള എൻ്റെ സ്നേഹവും കരുതലും ഇതുപോലൊരു ആഘോഷം കാണിച്ച് വെളിപ്പെടുത്താനുള്ളതല്ല, അത് അമ്മയ്ക്ക് മകനോടുള്ള യഥാർത്ഥ വാത്സല്യം തന്നെയാണ്. അപ്പം വരുണിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഗീതു, അവളെ തോൽപ്പിക്കാൻ എനിക്ക് ഈ ഷോ കാണിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഐഡിയ കിട്ടിയതാണ് നേരെ രേഖ പോയിട്ട് ഗീതുവിന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഗീതുവിന് ഒത്തിരി സന്തോഷമാവാണ്. ഗീതു പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് കണ്ണേട്ടൻ്റെ ബർത്ത്ഡേ ആണോ? അതെ, ഇന്ന് വൈകിട്ട് സർപ്രൈസ് ആയിട്ട് ഡാൻസ് പാർട്ടി ഒരുക്കാനാണ് രാധികാമ്മയുടെ പ്ലാൻ. അതിനു മുമ്പ് നീ തന്നെ കണ്ണേട്ടനൊരു ബർത്ത്ഡേ സർപ്രൈസ് പാർട്ടി ആയിട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഗീതു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അത് ഞാൻ ഏറ്റു, എൻ്റെ രേഖേച്ചി മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് രേഖയെ കെട്ടിപ്പിടിക്കുകയാണ്. മുമ്പ് നിനക്ക് സർപ്രൈസ് ആയിട്ടൊരു ബർത്ത്ഡേ പാർട്ടി ഗോവിന്ദേട്ടൻ തന്നത് ഓർമ്മയില്ലേ? അതുപോലെ നീ ഒരു ബർത്ത്ഡേ പാർട്ടി കൊടുത്തിട്ട് നിൻ്റെ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ നിനക്ക് വെളിപ്പെടുത്താം. അപ്പോൾ ഗീതും ചിരിച്ചുകൊണ്ട് പറയാണ്, അതൊരു നല്ല ക്യൂട്ട് റൊമാൻറ്റിക് മൊമെൻ്റ് ആയിരിക്കും. എന്നിട്ട് രേഖയ്ക്ക് ഒരു കിസ് കൊടുക്കുകയാണ്. അപ്പോൾ രേഖ പറയും, ദാ ഇതുപോലൊരു ചൂടുള്ള ഉമ്മ ഗോവിന്ദേട്ടനെ കൊടുത്തിട്ട് വേണം പ്രപ്പോസ് ചെയ്യാൻ. അപ്പോൾ ഗീതുവിന് നാണം വരികയാണ്. അപ്പോൾ രേഖ തമാശയാക്കും, അയ്യടി പെണ്ണിൻ്റെ ഒരു നാണം കണ്ടില്ലേ, ചിണങ്ങി നിൽക്കാതെ വേഗം പോകാൻ നോക്ക്. രേഖ അതും പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ്. അപ്പോൾ ഗീതു നേരെ പോകുന്നത് മിററിൻ്റെ മുന്നിലേക്കാണ്. എന്നിട്ട് ഒന്ന് സ്വന്തം സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചതിന് ശേഷം കണ്ണാടിയിൽ നോക്കിയിട്ട് ചോദിക്കും, ഓക്കെ അല്ലേ, ഒരു ലുക്കൊക്കെ ഇല്ലേ? അപ്പോഴേക്കും ഗീതുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം മാഞ്ഞിട്ട് പകരം ഗീതുവിൻ്റെ മിററിലുള്ള ആൾ വരികയാണ്. അപ്പം തിരിച്ച് ഗീതുവിനോട് സംസാരിക്കുകയാണ്. എടി ഗീതു, ഒരു പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ സുന്ദരിയാക്കുന്നത് അവളുടെ മനസ്സിലെ പ്രണയ. നീ ഇപ്പോൾ കടന്നു പോകുന്നത് ആ ഒരു സൗന്ദര്യമുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ്. അപ്പോൾ ഗീതു നാണത്തോട് പറയും, പോ അവിടുന്ന്. അപ്പോഴേക്കും മിററിലുള്ള പ്രതിരൂപം മായുകയും ഗീതുവിൻ്റെ ഒറിജിനൽ പ്രതിരൂപം അവിടെ വരികയും ചെയ്യാണ്. അപ്പോൾ ഗീതു വെറുതെ പറയും, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കണ്ണാടിയിൽ ഇരുന്നോണം, വെറുതെ പുറത്ത് കറങ്ങി നടന്നാലുണ്ടല്ലോ. അങ്ങനെ ഗീതു കുറച്ച് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് താഴത്തേക്ക് വന്നപ്പം അജാസ് അവിടെ കാറിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഗീതു പറയുന്നുണ്ട്, അജാസ് വാ പോവാം. അപ്പം ശരി മാഡം എന്നും പറഞ്ഞിട്ട് അജാസ് കാറിൽ കയറുമ്പോഴേക്കും ഗീതു ഡോറ് തുറക്കുമ്പോഴേക്കും പെട്ടെന്നൊരു ഓട്ടോ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയത് വേറെ ആരുമല്ല, ഗീതുവിൻ്റെ അച്ഛനും അമ്മയും തന്നെയായിരുന്നു. അപ്പം ഗീതു ഇങ്ങനെ ദേഷ്യത്തോടു കൂടി എന്നുള്ള ഭാവത്തിൽ അവർ രണ്ടുപേരെ നോക്കുകയാണ് ഡോറ് തുറക്കാതെ. അപ്പോൾ അയാൾ വേഗം ഇറങ്ങി വന്നിട്ട് മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും അജാസ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം അയാൾ വിചാരിക്കുകയാണ്, ഇവൻ എനിക്കൊരു സ്വൈര്യവും തരില്ല. അപ്പോൾ വേഗം ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, മോളെ നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ ഓഫീസിൽ പോയി, നീ അവിടെ എത്തിയില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് വേഗം ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ വിലാസിനി പറയാണ്, നീ നിൻ്റെ അച്ഛനെ ഒന്ന് രക്ഷിക്കും മോളെ. എന്ത് രക്ഷിക്കാൻ? ഗീതുവിന് മനസ്സിലായില്ല. ഓ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് വിലാസിനി, ഭദ്രപിള്ള പറയാണ്. എന്നിട്ട് അജാസ് നേരെ തിരിഞ്ഞിട്ട് പറയും, എടാ നീ ആ കാറ് തുറന്നിട്ടൊന്ന് AC ഓണാക്ക്, വല്ലാത്ത ചൂട്. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറയും, എനിക്ക് ഓഫീസിലെത്തണം. അപ്പോൾ വിലാസിനി പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് കാറിലിരുന്ന് സംസാരിക്കാം മോളെ. അപ്പോൾ ഗീതു ദേഷ്യത്തോട് പറയും, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, എൻ്റെ കൂടെ വരാമെന്ന് വിചാരിക്കണ്ട. അപ്പം പിന്നെ ഭദ്രപിള്ള പറയാണ്, ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിൽ എന്നെ ജയിലിലിടുന്ന ലക്ഷണമാണ്.
അപ്പോൾ വിലാസിനി സങ്കടത്തോടെ പറയാണ്, അതേ മോളെ, ഭദ്രേട്ടൻ്റെ കേസെടുക്കാൻ ഒരു വക്കീലും തയ്യാറാവുന്നില്ല, ജഡ്ജി പിണങ്ങുമെന്ന് അവരൊക്കെ പറയുന്നത്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? നിന്റെ കേസ് കോടതിയിൽ വാദിച്ച് ജഡ്ജിയുടെ കയ്യിൽ നിന്ന് പ്രോത്സാഹന സമ്മാനം വാങ്ങിച്ചവളല്ലേ നീ. ആ നിയമപരിജ്ഞാനം വെച്ച് നീ എൻ്റെ കേസ് വാദിക്കണം. അപ്പോൾ അജാസ് അപ്പുറത്ത് നിന്നിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു പരിഹസിച്ചിട്ട്. വിലാസിനിയും പറയാണ്, ജഡ്ജി നിന്റെ പരിചയക്കാരി ആയതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെടും മോളെ. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ വെക്കുന്നുണ്ട്, എൻ്റെ പരിചയക്കാരിയായ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും പോരാ, CCTV ദൃശ്യത്തിലൂടെ അശ്ലീല മുദ്രകൾ കാണിച്ച് അച്ഛനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കണോ? അപ്പോൾ വിലാസിനി ചോദിക്കും, അശ്ലീല മുദ്രയോ? അതെപ്പോൾ നിങ്ങൾ കാണിച്ചു? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആശാനെ ധ്യാനിച്ച് കൈ ഒന്ന് തിരുമ്മിയതാ വിലാസിനി, അല്ലാതെ അശ്ലീലം കാണിച്ചതല്ല. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എനിക്ക് അച്ഛൻ കാണിച്ചിട്ടുള്ള വയ്യാവേലി എടുത്ത് മാറ്റാനുള്ള നേരമില്ല. അപ്പോൾ വിലാസിനി പറയാണ്, അയ്യോ എൻ്റെ പൊന്നു മോളെ, ഒരു വഴിയും കിട്ടാത്തത് കൊണ്ടല്ലേ നിന്നെ ശരണം തേടിയത്, കൈ വിടല്ലേ മോളെ. അപ്പം ഗീതു ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾക്ക് മാത്രം ഒരു വക്കീലം കിട്ടാത്തേ? ഭദ്രംപള്ളി ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്ന സമയത്ത് വിലാസിനി എന്താ പറയേണ്ടതെന്ന് അറിയേണ്ട പരിങ്ങാണ്. അപ്പം എന്നിട്ട് പെട്ടെന്ന് തന്നെ ഗീതുവിനോട് പറയുന്നുണ്ട്, അതൊന്നും നീ പറയണ്ട. അപ്പോൾ അജാസ് അപ്പുറത്ത് വിളിച്ചു പറയുന്നുണ്ട്, വക്കീലന്മാരെ കിട്ടാത്ത എന്താണെന്ന് എനിക്കറിയാം. അപ്പം ഗീതു അജാസിന് നേരെ തിരിയാണ്. അപ്പം അജാസ് പറയുന്നുണ്ട്, പക്ഷേ അതെന്താണെന്ന് മാഡം കേൾക്കാതിരിക്കുന്നതാ നല്ലത്. അപ്പോൾ ഭദ്രന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ അത് കേൾപ്പിക്കടാ എന്ന് പറയുമ്പോഴേക്കും ഗീതു പറയാണ്, അപ്പോൾ എന്നാ എന്തോ ഒരു വൃത്തികെട്ട കാര്യമാണ്. കേസ് ആരും എടുക്കാൻ സാധ്യതയില്ല. അച്ഛനെ കുറച്ചു കാലം ജയിലിൽ പോയി കിടക്ക്, അച്ഛൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് നേരെ ആവട്ടെ. അപ്പോൾ വിലാസിനി വേഗം ഗീതുവിൻ്റെ കൈ കയറി പിടിക്കുകയാണ്. അയ്യോ മോളെ, അങ്ങനെ പറയരുത്. അപ്പോൾ വിലാസിനിയുടെ കയ്യിൽ നിന്നും കൈയെടുത്തുകൊണ്ട് ഗീതു പറയാണ്, അച്ഛൻ ജയിലിലായ അമ്മയെ നേരെയാവും, ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് രണ്ടുപേരും പഠിക്കും. ഈ ഒരു കാര്യം പറഞ്ഞ് ഇനി എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്നും പറഞ്ഞിട്ട് അജാസിനോട് പറയണം. അജാസ് വണ്ടി എടുക്കുന്നു. അതിനുശേഷം ഗീതു വണ്ടി കയറുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും പിന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, മോളെ മോളെ എന്ന് വിളിക്കുകയാണെങ്കിൽ ഗീതു അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. ഗീതു കാറിൽ കയറിയ സമയത്ത് അജാസ് പറയുന്നുണ്ട്, ഹലോ, ഈ കേസ് ഇവിടെ പിടിക്കത്തില്ല, അതുകൊണ്ട് വേറെ എവിടേക്കെങ്കിലും വിട്ടോ. അത് കേട്ടപ്പോൾ ഭദ്രനും ദേഷ്യമായിട്ട് പറയുന്നുണ്ട്, ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും വിലാസിനി. പക്ഷെ വിലാസിനി അയാളെ പിടിച്ചു വെക്കുകയാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ അവർ രണ്ടുപേരും കാറിൽ കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ വിലാസിനിയും ഭദ്രനും ബാക്കിൽ നിൽക്കുകയാണ്. വിലാസിനി പറയുന്നുണ്ട്, അവൾ പോയല്ലോ, നമ്മളിനി ഇവിടെ നിൽക്കണോ പോണോ? അപ്പോൾ ഭദ്രൻ പറയും, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്തെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാം, ഓട്ടോ കാശെങ്കിലും മുതലാക്കണ്ടേ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് പോവുകയാണ്. അപ്പം അജാസിൻ്റെ കൂടെ മുൻസീറ്റിൽ തന്നെയാണ് ഗീതു കയറിയിട്ടുണ്ടായിരുന്നത്. അജാസ് ഇടയ്ക്കിടയ്ക്ക് ഗീതുവിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഫൈനലി അജാസ് ചോദിക്കുകയാണ്, മാഡം എന്താ ഇന്ന് മുൻസീറ്റിൽ കയറിയിരുന്നത്? അപ്പോൾ ഗീതു പറയാണ്, അങ്ങനെ തോന്നി, എന്നെ സഹോദരിയായിട്ട് കാണുന്ന ഒരാളെ വെറും ഡ്രൈവറാക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അജാസ് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, സാറത് പറഞ്ഞല്ലേ, എനിക്ക് തോന്നി. ഇന്നലെ മൂപ്പര് നല്ല ഫിറ്റായിരുന്നു. സാറിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ തോന്നിയ സമയമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇത്തിരി സംസാരിച്ചു. അപ്പോൾ ഗീതു നന്ദി സൂചകമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കാട്ടിക്കൂട്ടുന്നത് വെറും ഭ്രാന്തല്ലെന്ന് കണ്ണേട്ടനെ ബോധ്യപ്പെടുത്തതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അജാസും കുറച്ച് വിഷമത്തോടു കൂടി പറയാണ്, മേഡത്തെ തെളിവുണ്ടാക്കാൻ വേണ്ടി കുത്തിയിളക്കി വിട്ടത് ഞാനാണല്ലോ എന്ന് ഓർത്തപ്പോൾ അതിൻ്റെ കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഗീതുവും പറയാണ്, അത് ശരിയാ, അജാസിൻ്റെ വാക്കുകളാണ് എനിക്ക് പ്രചോദനമായത്. അപ്പോൾ അന്ന് അജാസ് പറഞ്ഞ വാക്കുകൾ ഗീതു ഓർക്കുകയാണ്, തെളിവുകൾ കാട്ടിക്കൊടുത്ത് വിശ്വസിപ്പിക്കണം. ഈ സ്കൂട്ടറിൻ്റെ പിന്നിലും മുന്നിലും ക്യാമറ വെച്ചിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത്ര ബുദ്ധിമുട്ടില്ല തെളിവുകൾ ഉണ്ടാക്കാൻ. പിന്നെ ഗീതു സങ്കടത്തോടെ പറയാണ്, പക്ഷേ എൻ്റെ പദ്ധതി അവർ തകർത്തു. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, എന്നാലും സാരമില്ല, എൻ്റെ ആത്മാർത്ഥതയിൽ മാഡത്തിനുണ്ടായ സംശയം മാറി കിട്ടിയല്ലോ. അപ്പോൾ പെട്ടെന്ന് ഗീതു ഒരു സംശയത്തോടെ ചോദിക്കുകയാണ്, രാധികാമ്മയായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടാണോ അജാസ് ഇപ്പം കണ്ണേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്? അപ്പോൾ അജാസ് ഒന്ന് ചിരിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, മാഡം എന്താ ഹിഡൻ ക്യാമറ വെച്ചിട്ട് എന്നെ പരീക്ഷിക്കുകയാണോ? അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാമറയൊന്നും ഇല്ല, അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ ശരിക്കും കണ്ണേട്ടൻ്റെ ആളാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാവുന്ന ആ എതിരാളികളുടെ ഉള്ളിലിരിപ്പ് കണ്ണേട്ടന് മനസ്സിലാക്കി കൊടുക്കാത്തത്? അപ്പോൾ അജാസ് തിരിച്ചു മറുപടി കൊടുക്കുകയാണ്, ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ ആത്മാർത്ഥത കാണിക്കണം. ആ ജോലി തീർത്ത് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ ആദ്യം ജോലി തന്നവരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ ഗീതു പറയും, അപ്പോൾ ആദ്യം ജോലി തന്നവർക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് സമ്മതിച്ചു അല്ലേ? അപ്പം അജാസ് ഒന്നും പറയുന്നില്ല. ശേഷം ഗീതുവിനോട് പറയാണ്, ഞാൻ നിഷേധിച്ചാലും അതിനൊക്കെയുള്ള തെളിവുകൾ മേഡം ഉണ്ടാക്കിയതാണല്ലോ, ആ തെളിവുകൾ മാഞ്ഞു പോയാലും അതിലുള്ള സത്യം അവശേഷിക്കും. അപ്പോൾ ഗീതു തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഒരു ശ്രമം കൂടി നടത്താൻ അജാസിന് എന്നെ സഹായിച്ചൂടെ? അപ്പോൾ പെട്ടെന്ന് തന്നെ അജാസ് പറയുന്നുണ്ട്, സോറി മാഡം, ഇനി നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിക്കില്ല. എന്തുകൊണ്ട്? അപ്പോൾ അജാസ് വീണ്ടും പറയാണ്, സംസാരിക്കാൻ പാടില്ല, അത് ശരിയല്ല, ചോറ് തന്നവരോട് കാണിക്കുന്ന നന്ദികേടാണത്. അപ്പോൾ ഗീതുവിന് കുറുമ്പ് കൂടിയ വാശി വരികയാണ്. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയാം, ഞാൻ സഹോദരിയാണത്രേ, സഹോദരി, സ്വന്തം പെങ്ങളായ എന്നെ നിങ്ങൾ അളിയൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അജാസിന് മനസ്സിലാവും ഗീതുവിന് കുറുമ്പിൻ്റെ വാശി കയറിയിട്ടുള്ളതെന്ന്. അപ്പോൾ അജാസ് അത് എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഗീതു വീണ്ടും പറയുന്നുണ്ട്, എന്നിട്ടും സ്വന്തം പെങ്ങളായ എന്നെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് വയ്യ, വളരെ വിചിത്രമായ ഒരു സഹോദര സ്നേഹം തന്നെ. അപ്പോൾ അജാസ് ഗീതുവിൻ്റെ ആ കുറുമ്പ് കാണുന്ന സമയത്ത് പൊട്ടിച്ചിരിച്ചു പോവുകയാണ്. അപ്പോൾ ഗീതു വീണ്ടും വാശിയോടെ തന്നെ പറയുക, കെ
ഈശ്വരാ, എനിക്ക് ആങ്ങളെയായിട്ട് കിട്ടിയത് ഒരു അമരേഷ് പുരി ആയിപ്പോയല്ലോ. ഗീതു ഇങ്ങനെ പരിഭവം പറയാണ്. അപ്പോൾ അജാസ് ആ സമയത്തൊക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗീതുവിൻ്റെ കുറുമ്പ് കണ്ടിട്ട്. ചിരിച്ചുകൊണ്ട് തന്നെ അജാസ് പറയുന്നുണ്ട്, മാഡം നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ആ എങ്കിൽ നമുക്ക് ആഗോള താപനത്തിൻ്റെ വ്യാകുലതയെക്കുറിച്ച് ചർച്ച ചെയ്താലോ? അപ്പോൾ അജാസ് ചിരിച്ചുകൊണ്ട് പറയും, വെറുതെ അല്ല എൻ്റെ അളിയൻ പെങ്ങളെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്നത്. ഓ, എൻ്റെ ദേഷ്യം കാണാൻ ഭംഗിയുണ്ടെന്നായിരിക്കും പറഞ്ഞു വരുന്നത്. നേരെ നോക്കി വണ്ടി ഓടിക്കേ, നേരെ ചെമ്പകശ്ശേരിയിലേക്ക് എന്നും പറഞ്ഞ് ഗീതു ഗൗരവത്തിലിരിക്കുകയാണ്. അജാസും ആ ഓക്കെ എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയാണ്. അവിടെ എത്തിയ സമയത്ത് പൂജാമുറിയിലാണ് വിജയലക്ഷ്മി മാഡം ഉണ്ടായിരുന്നത്. അപ്പോൾ ഗീതുവും പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. അതിനുശേഷം വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഇന്നൊരു ഭയങ്കര കോയിൻസിഡൻസ് നടന്നു മോളെ. എന്തു പറ്റി? ഇന്ന് ഗോവിന്ദിൻ്റെ ബർത്ത്ഡേയാ. അപ്പോൾ ഗീതു വലിയ വില വെക്കാതെ പറയും, ഓ അതായിരുന്നു ഇത്ര വലിയ സംഭവം, അത് ഞാൻ നേരത്തെ അറിഞ്ഞതാ. അപ്പോൾ വിജയലക്ഷ്മി കണ്ണേട്ടനെ ഒരു കിഡിലിന് സർപ്രൈസ് കൊടുത്ത് ഞാൻ ഞെട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് വിളിച്ച് പറയാം. അപ്പോൾ വിജയലക്ഷ്മി ഒട്ടും താല്പര്യമില്ലാത്ത മട്ട് പറയും, ഓ നിൻ്റെ ഒരു സർപ്രൈസ് ഞാൻ പറയാൻ വന്നത് അതല്ല പെണ്ണേ. അപ്പോൾ ഗീതു ചോദിക്കും, പിന്നെ? അപ്പോൾ വിജയലക്ഷ്മി പറയാണ്, ജനിച്ച ഡേറ്റ് വെച്ച് അവൻ്റെ പിറന്നാൾ ഇന്നാണെങ്കിലും ജന്മനാൾ വെച്ച് പിറന്നാൾ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ ഗീതു സങ്കടത്തോടെ പറയും, അയ്യോ അത് നമ്മൾ അറിഞ്ഞിരുന്നില്ലല്ലോ. അവർ പറയാണ്, നമ്മൾ മനുഷ്യർ അറിഞ്ഞില്ലെങ്കിൽ എന്താ, നിങ്ങളുടെ കാര്യത്തിൽ ദൈവം അറിഞ്ഞ് പ്രസാദിക്കുന്നുണ്ട്. നീ അവന് വേണ്ടി ശയന പ്രദക്ഷിണം ചെയ്ത ദിവസമായിരുന്നു നക്ഷത്രപ്രകാരം അവൻ്റെ പിറന്നാൾ. ഗീതുവിന് അത്ഭുതമാവുകയാണ്, കാരണം അത്രയും വലിയൊരു കോയിൻസിഡൻസ് എന്നുള്ളപ്പോൾ. അപ്പോൾ അവർ സ്നേഹത്തോടെ പറയും, അതേ മോളെ, നിങ്ങളെ രണ്ടുപേരെയും ദൈവം ചേർത്ത് വെച്ചതാന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് വേണോ? അപ്പോൾ ഗീതു കണ്ണീരോടുകൂടി ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ, നമ്മൾ ആനന്ദ കണ്ണീരെന്നൊക്കെ പറയൂലേ, ആ ഒരു രീതിയിൽ ഒന്നുകൂടെ ദൈവത്തിനെ തൊഴുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിൽ ഗോവിന്ദിൻ്റെ ബർത്ത്ഡേ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.